ക്യാമ്പസിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഒരു ക്യാമ്പസ് പ്ലേസ്മെന്റ് കിട്ടുക എന്ന് പറയുന്നതാണ് ഒരു ബിടെക് അല്ലെങ്കിൽ MCA BCA ഒക്കെ പഠിക്കുന്നവരുടെ ഏറ്റവും വലിയ ഡ്രീം എന്ന് പറയുന്നത്. ഇനി ക്യാമ്പസിൽ നിന്ന് പ്ലേസ്മെന്റ് കിട്ടിയില്ലെങ്കിൽ തന്നെ ക്യാമ്പസിൽ നിന്ന് പഠിച്ചിറങ്ങിയാലും എങ്ങനെ ജോലി കണ്ടെത്താം എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത്. വെൽക്കം ടു വൺ ടീം സൊല്യൂഷൻസ്. ഇൻ കേസ് നിങ്ങൾക്ക് ക്യാമ്പസിൽ നിന്ന് പ്ലേസ്മെന്റ് കിട്ടിയില്ലെങ്കിലും ക്യാമ്പസിന് പുറത്തിറങ്ങിയാൽ തന്നെ ജോലി നേടാനുള്ള അവസരങ്ങളൊന്നും ഒരുപാടുണ്ട്, പ്രത്യേകിച്ച് IT ഇൻഡസ്ട്രിയിൽ. അതിലെ ആദ്യത്തെ കാര്യമാണ് ഓഫ് ക്യാമ്പസ് പ്ലേസ്മെന്റ് ഡ്രൈവ്സ് എന്ന് പറയുന്നത്. നമ്മുടെ പ്രധാനപ്പെട്ട IT കമ്പനികളെല്ലാം ക്യാമ്പസിൽ നിന്ന് പുറത്തിറങ്ങിയവരെ ഹയർ ചെയ്യാൻ വേണ്ടിയിട്ടും കൂടെ ധാരാളം ഓഫ് ക്യാമ്പസ് പ്ലേസ്മെന്റ് ഡ്രൈവ്സ് നടത്താറുണ്ട്. ക്യാമ്പസിൽ വെച്ച് ഫില്ല് ചെയ്യപ്പെടാതെ പോയ വേക്കൻസികൾ ഹയർ ചെയ്യാൻ വേണ്ടിയാണ് ഇത്തരം കമ്പനീസ് പ്ലേസ്മെന്റ് ഡ്രൈവ്സ് ഓഫ് ക്യാമ്പസ്, അതായത് ക്യാമ്പസിന്റെ പുറത്തിറങ്ങിയവരെ കേന്ദ്രീകരിച്ച് നടത്തുന്നത്. നമ്മുടെ പ്രധാനപ്പെട്ട IT കമ്പനീസായിട്ടുള്ള TCS, UST ഗ്ലോബൽ മുതലായിട്ടുള്ള എല്ലാ കമ്പനീസും ധാരാളമായിട്ടുള്ള ഓഫ് ക്യാമ്പസ് പ്ലേസ്മെന്റ് ഡ്രൈവ്സ് ഓരോ വർഷം നടത്താറുണ്ട്. അത്തരം കമ്പനീസിൻ്റെ ഒക്കെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്തരം നോട്ടിഫിക്കേഷൻസ് കിട്ടാൻ സാധിക്കും. അതെല്ലാം അപ്ലൈ ചെയ്യുക. അങ്ങനെ വരുന്ന എല്ലാ ഓഫ് ക്യാമ്പസ് പ്ലേസ്മെന്റ് ഡ്രൈവ്സും വലിയ കമ്പനീസിൻ്റെ മസ്റ്റായിട്ട് അറ്റൻഡ് ചെയ്യുക എന്നുള്ളതാണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ആദ്യത്തെ കാര്യം. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, നമ്മുടെ നാട്ടിൽ ഒരുപാട് ജോബ് പോർട്ടൽസ് ഉണ്ടല്ലോ. നമുക്ക് അറിയാവുന്ന ജോബ് പോർട്ടൽസ് ഒരുപാടുണ്ട്. ഇൻഡീഡ്, നോക്കരി, മോൺസ്റ്റർ മുതലായ ഒരുപാട് ജോബ് പോർട്ടൽസ് ഉണ്ട്. ഈ ജോബ് പോർട്ടൽസിലെല്ലാം നിങ്ങൾക്ക് ഒരു അക്കൗണ്ടും ഉണ്ടാവും. ഈ അക്കൗണ്ട് ഒന്ന് ആക്ടിവേറ്റ് ചെയ്ത് നിർത്തുക എന്നുള്ള രണ്ടാമത്തെ കാര്യം. ഈ സ്ഥിരമായിട്ട് ആ ജോബ് പ്രൊഫൈലുകളിൽ കയറുക, നിങ്ങളുടെ പ്രൊഫൈലിൽ കയറുക, ജോബ് സെർച്ച് നടത്തുക, പറ്റുന്ന ജോബ് വേക്കൻസിക്ക് എല്ലാം അപ്ലൈ ചെയ്യുക എന്നുള്ളത് രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യമാണ്. കാര്യം കമ്പനീസ് ഈ ജോബ് പോർട്ടൽസ് വഴി ഹയർ ചെയ്യാൻ ശ്രമിക്കുന്നവരെ ഏറ്റവും കൂടുതൽ ആക്റ്റീവ് ആയിട്ടുള്ള പ്രൊഫൈലുകളാണ് ആദ്യം ഇൻ്റർവ്യൂ നടത്താൻ വേണ്ടി ക്ഷണിക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ജോബ് പോർട്ടലിൽ ഉള്ള നിങ്ങളുടെ ജോബ് പ്രൊഫൈൽസ് ആക്ടിവേറ്റ് ആക്കി നിർത്തുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ്. അത് നിങ്ങൾ വേറെ ഒന്നും ചെയ്യേണ്ട. നിങ്ങൾ സ്ഥിരമായിട്ട് അറ്റ്ലീസ്റ്റ് വൺസ് ഇൻ എ ഡേ എങ്കിലും നിങ്ങൾ നിങ്ങളുടെ ജോബ് പ്രൊഫൈലിൽ വിസിറ്റ് ചെയ്യുക. അതിൽ എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ വരുത്തുക, ജോബ് സെർച്ചുകൾ നടത്തുക, ഏതെങ്കിലും ജോബ് വേക്കൻസിക്ക് അപ്ലൈ ചെയ്യുക വഴി നിങ്ങളുടെ ജോബ് പ്രൊഫൈൽസ് നിങ്ങൾക്ക് വളരെ ആക്റ്റീവായിട്ട് നിർത്താൻ സാധിക്കും. ഇതാണ് രണ്ടാമത്തെ കാര്യം നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും. പിന്നീട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് ഫ്രീലാൻസിംഗ് ആയിട്ടുള്ള പ്രൊജക്റ്റുകൾ അന്വേഷിക്കുക എന്നുള്ളത്. ഇന്ന് ഒരുപാട് ഫ്രീലാൻസിംഗ് ജോബ്സിന്റെ കാലമാണ്. ഒരുപാട് കമ്പനീസ് പാർട്ട് ടൈം ആയിട്ടും കോൺട്രാക്ട് ബേസിലൊക്കെ ഒരുപാട് ആൾക്കാരെ ഹയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത്തരം വർക്കുകൾ നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റുന്ന പ്രധാനപ്പെട്ട മാർഗ്ഗങ്ങളാണ് freelancer.in അല്ലെങ്കിൽ upwork.com എന്നൊക്കെ പറയുന്ന ലോകത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഫ്രീലാൻസിംഗ് പ്രൊജക്റ്റുകൾ ഡിപ്ലോയ് ചെയ്യുന്ന വെബ്സൈറ്റ്സ് എന്ന് പറയുന്നത്. ഈ രണ്ട് വെബ്സൈറ്റിൽ നിങ്ങളൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക, അവിടെ നിന്ന് ഫ്രീലാൻസിംഗ് പ്രൊജക്റ്റുകൾ സോഴ്സ് ചെയ്യാൻ ശ്രമിക്കുക. ഇത് ഒരു ഓപ്ഷൻ. രണ്ടാമത്തെ ഓപ്ഷൻ, നമ്മുടെ നാട്ടിലൊക്കെ തന്നെ നമ്മുടെ സുഹൃത്തുക്കൾക്കിടയിൽ തന്നെ ധാരാളം ഫ്രീലാൻസിംഗ് ഓപ്പർച്യൂണിറ്റീസ് ഒരുപക്ഷെ ലഭ്യമായിരിക്കും. നമ്മൾ അന്വേഷിച്ചാൽ നമുക്ക് ഒരുപക്ഷെ അത് കണ്ടുപിടുത്താൻ സാധിക്കുമായിരിക്കും. അത്തരം ഫ്രീലാൻസിംഗ് ഓപ്പർച്യൂണിറ്റി കണ്ടെത്തുകയും അത് ചെയ്ത് നിങ്ങളുടെ എക്സ്പീരിയൻസ് കുറച്ചും കൂടെ ഇമ്പ്രൂവ് ആക്കാനും നിങ്ങളുടെ ആ കരിയർ ഉണ്ടാകുന്ന ഗ്യാപ്പ് നിങ്ങൾക്ക് ഒന്ന് ഫില്ല് ചെയ്യാനും സാധിക്കും. ഇതാണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്. നാലാമത്തെ കാര്യം മറ്റൊന്നുമല്ല, പുതിയ ടെക്നോളജികൾ പഠിക്കുക അല്ലെങ്കിൽ പുതിയ സ്കിൽസ് പഠിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ നിങ്ങൾ ബിടെക് CS ഗ്രാജുവേറ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പുതിയ ടെക്നോളജി, പുതിയൊരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് പഠിക്കാം. നിങ്ങൾക്ക് ഒരു പക്ഷേ ജാവ അറിയാമായിരിക്കും. എന്നാൽ കുറച്ചും കൂടെ ഇന്ന് ഏറ്റവും അധികം ഓപ്പർച്യൂണിറ്റീസ് ഉള്ള ഏരിയയാണ് പൈത്തൺ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രോഗ്രാമിംഗ് അത്ര ഇൻട്രസ്റ്റ് ഇല്ലാത്ത ഒരാളാണെന്ന് കരുതുക, നിങ്ങൾക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കാം, നിങ്ങൾക്ക് ടെസ്റ്റിംഗ് പഠിക്കാം. അങ്ങനെ പുതിയ ടെക്നോളജികൾ, പുതിയ സ്കിൽസ് അക്വയർ ചെയ്യുക വഴി അത്തരം അവസരങ്ങളിലേക്കുള്ള ഡോസുകൾ നിങ്ങൾക്ക് ഓപ്പണായി വരികയായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ ഈ 4 കാര്യങ്ങൾ പ്രധാനമായിട്ടും ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ക്യാമ്പസിൽ നിന്ന് പ്ലേസ്മെന്റ് കിട്ടിയില്ലെങ്കിൽ തന്നെ ക്യാമ്പസിൽ നിന്ന് പുറത്തിറങ്ങിയാലും ഒട്ടനവധി അവസരങ്ങൾ നിങ്ങൾ അവൈറ്റ് ചെയ്യുന്നുണ്ട്. IT സംബന്ധമായിട്ടുള്ള എന്ത് സപ്പോർട്ടും നിങ്ങൾക്ക് വൺ ടീം സൊല്യൂഷൻസിനെ കോൺടാക്ട് ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.